നിങ്ങളുടെ മനസ്സമാധാനം കളയുന്ന എന്തെങ്കിലും ഒരു ഇഷ്യൂ നിങ്ങളുടെ ഉള്ളിലുണ്ടെന്ന് വെക്കുക. നിങ്ങളതിന് സൊല്യൂഷൻസ് കണ്ടെത്താൻ ശ്രമിച്ചു, പക്ഷെ ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല. പക്ഷെ അത് നിങ്ങളുടെ മനസ്സമാധാനം ദിവസം തോറും നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ളൊരു ഘട്ടത്തിൽ പിന്നെ നമ്മൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? വിട്ട് കളയുക, അല്ല ലെറ്റ് ഇറ്റ് ഗോ ചെയ്യുക. എന്തെങ്കിലും ആവട്ടെ എന്ന് കരുതി അതിനെ അങ്ങ് വിടുക. എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്. അവൾക്കൊരു വലിയൊരു ആഗ്രഹമുണ്ട്. അപ്പം അതിനുവേണ്ടി പരിശ്രമിക്കുന്നുണ്ട്. കക്ഷി പാരലലി മാനിഫെസ്റ്റേഷൻ ടൂൾസൊക്കെ കുറേ അപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല. അപ്പോൾ ആൾക്ക് നല്ല നിരാശയായി. അതായത് അവളുടെ ഡ്രീംസ് ഒന്നും അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല, ലോ ഓഫ് അട്രാക്ഷൻ ടൂൾസ് ഒന്നും എനിക്ക് വർക്കാവുന്നില്ല. അങ്ങനെ നല്ല നിരാശയായി അവസാനം അവൾ ഒരു ഡിസിഷൻ അങ്ങ് എടുത്തു. ഇനി എന്തെങ്കിലും ആയിക്കോട്ടെ, ഞാൻ ഇനി ഒന്നിൻ്റെയും പിന്നാലെ പോയി എൻ്റെ മനസ്സമാധാനം കളയുന്നില്ല. അങ്ങനെ കുറച്ച് വിഷമത്തോടെ ആണെങ്കിലും അതൊക്കെ അവിടെ ഡ്രോപ്പ് ചെയ്ത് അവൾ പഴയതുപോലെ അവളുടെ ലൈഫിനെ കൊണ്ടുപോയി. കുറേ നാളുകൾക്ക് ശേഷം അവൾ എന്താണോ ആഗ്രഹിച്ചത് അത് അവളുടെ ജീവിതത്തിൽ ഒരു നല്ല അനുഭവമായി തന്നെ വന്നു ഭവിച്ചു. അപ്പോൾ ഇതിൽ നിന്ന് എന്താ നമുക്ക് മനസ്സിലാവുന്നതെന്നറിയാമോ? നമ്മളുടെ മനസ്സിൽ നമ്മളൊരു കാര്യത്തിന് ടൈറ്റായിട്ട് ഹോൾഡ് ചെയ്യുവാണെങ്കിൽ, അത് നമ്മളുടെ വിഷായാലും എന്തെങ്കിലും ഒരു പ്രശ്നമാണെങ്കിലും അത് നമ്മളുടെ മനസ്സമാധാനം കളയുന്നുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അതിനെ വിട്ടുകളയുക. കാരണം ഈ റെസ്റ്റ്ലെസ് ആയിട്ടുള്ള മനസ്സിൽ, അല്ലെങ്കിൽ ഈ കലുഷിതമായിട്ടുള്ള മനസ്സിൽ ഒരിക്കലും ലോ ഓഫ് അട്രാക്ഷൻ എന്നല്ല ഒരു നല്ല കാര്യങ്ങളും നടക്കില്ല. അതേസമയം നമ്മൾ മനസ്സിനെ ശാന്തമാക്കി വെക്കുകയാണെങ്കിൽ ഒരുപാട് അത്ഭുതങ്ങളാണ് നമ്മളുടെ ജീവിതത്തിലേക്ക് സംഭവിക്കുന്നത്. ഒരിക്കൽ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞാണ്, ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് ചാനൽ തുടങ്ങണമെന്ന് ഒരുപാട് ആഗ്രഹമായിരുന്നു. അതിനുവേണ്ടി കുറേ പരിശ്രമിച്ചു, അതിൻ്റെ പിന്നാലെ കുറേ പോയി. പക്ഷെ അതൊന്നും ശരിയായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അദ്ദേഹം അതൊക്കെ വിട്ടു, സഞ്ചാരത്തിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തു. അങ്ങനെ ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും ഒക്കെ പോയി. പിന്നെ അദ്ദേഹം ഒരു സാഹചര്യത്തിൽ ഒരു ചാനൽ തുടങ്ങി. അതാണ് സഫാരി ചാനൽ. അദ്ദേഹമാണ് അതിൻ്റെ അമരക്കാരനായിട്ട് ഇന്നും ഇരിക്കുന്നത്. അപ്പോൾ ഇത് ഭയങ്കര മോട്ടിവേഷണലായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ചില സമയങ്ങളിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത്ര മാത്രമാണ്. ചിലതിനെയൊക്കെ വിട്ടുകൊടുക്കുക, ലെറ്റ് ഇറ്റ് ഗോ ചെയ്യുക. നമ്മൾക്ക് അർഹതപ്പെട്ടതാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ഗെറ്റ് ബാക്ക്.